ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ബ്രിസ്ബെയിൻ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി ഒരുക്കുന്ന ജീവവചനം എന്ന വചന ധ്യാന ചിന്തകളിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 2016 ക്യൂൻ ഓഫ് ഗ്വാഡലൂപ്പ് നേടിയ എസ്മറൽഡ എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ സുന്ദരിയുണ്ട്. അവൾ ഒരു വർഷം തൻ്റെ സൗന്ദര്യപ്പട്ടം സ്വീകരിച്ച് 2017 കർത്താവിൻ്റെ ദാസിയായി കത്തോലിക്ക സഭയിലെ ക്ലാര സഭാംഗമായിട്ട് സന്യാസിനിയായി മാറ്റപ്പെടുകയാണ്. തിരുവചനം ഇങ്ങനെയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 55 അധ്യായം 8 വാക്യം പഠിപ്പിക്കുന്നു: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പലപ്പോഴും ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വഴികളും. എന്നാൽ കർത്താവിൻ്റെ വഴികളും കർത്താവിൻ്റെ വിചാരങ്ങളുമെല്ലാം ഈ ലോകത്തിലെ എല്ലാ മനുഷ്യൻ്റെയും നന്മയെ കരുതി മാത്രമാണ്. ആ ചിന്തകളിലേക്കും വഴികളിലേക്കും എത്തപ്പെടുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഓരോ മനുഷ്യജീവൻ്റെയും പ്രയാണത്തിലൂടെ നേടിയെടുക്കേണ്ട യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. എസ്മറൽഡ തൻ്റെ സൗന്ദര്യം ഈ ലോകത്തെ സ്ഥാനങ്ങൾക്ക്, മാനങ്ങൾക്ക്, സമ്പത്തിന് വിനിയോഗിക്കാമെന്ന് ഉറച്ചു കരുതിയിട്ടും അവൾ അതിനെല്ലാം ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കുവാൻ തക്കവണ്ണം അവൾ തന്നെ ഒരുക്കി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച സൗകര്യങ്ങൾ, സൗന്ദര്യം, പദവികൾ, സമ്പത്തൊക്കെ പലപ്പോഴും എൻ്റെ എന്ന ചിന്തയിൽ നിലനിർത്തിക്കൊണ്ട്, ഞാനെന്ന ഭാവത്തിൽ നിലനിന്നുകൊണ്ട്, എൻ്റേതായ വിചാരങ്ങളും എൻ്റേതായ വഴികളും കൊണ്ട് പലപ്പോഴും ക്രിസ്തുവിൽ നിന്നും ക്രിസ്തു ചിന്തകളിൽ നിന്നും അന്യമാക്കി തീർത്തിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തിരുവചനത്തിൽ പലപ്പോഴും ശിഷ്യന്മാരുൾപ്പെടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: തങ്ങളിൽ വലിയവൻ ആര്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയവനാകുവാനുള്ള ഒരു ശ്രമമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഉയർന്നു നിൽക്കണമെന്നുള്ള ആഗ്രഹങ്ങളാണ് പലപ്പോഴും ദൈവത്തിൽ നിന്നും ദൈവചിന്തകളിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുക എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഓരോ താലന്തുകളും, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ അവസരങ്ങളും ദൈവത്തിൻ്റെ ദാനങ്ങളായി തന്നെ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ വിചാരങ്ങളിലേക്ക് ഉയരുവാനുള്ള ഒരു പടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ദാനങ്ങളുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ വഴികളിലൂടെ കടന്നു പോകുവാൻ നമുക്ക് സാധിക്കണം. നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആ വിളി ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു സൗന്ദര്യവതിയായ പെൺകുട്ടിക്ക് തൻ്റെ സൗന്ദര്യം ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇറക്കി വയ്ക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുവാനും
ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ആഗ്രഹവും എല്ലാം അനുസരിച്ച് ജീവിക്കുവാനും നമ്മെ ദൈവം സഹായിക്കുമെന്നൊക്കെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വന്ദയയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകൾ